നമ്മൾ ഇപ്പം ഫുഡ് കഴിക്കുന്ന ഫുഡിന്റെ പന്തലിന്റെ അകത്താണ് നിൽക്കുന്നത്. ഒരുവിധം ഇവിടെ ഉച്ചയ്ക്കുള്ള ഊണൊക്കെ തീർന്നു. അവസാനത്തെ പണികളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചോറൊക്കെ തീർന്നു. നമ്മൾ വന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി പോയി. കണ്ടില്ലേ, മോര്, തോരൻ, ചോറ്, സാമ്പാർ, ഒരുപാട് കറികളും ഉണ്ട്. സംഭവം നമ്മൾ ഇനി ചെന്നാലും ചോറ് കിട്ടും. അങ്ങനെയാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് അകത്തോട്ട് പോയി അകത്തെ കാഴ്ചകളൊക്കെ കാണാം. കമോ, ഇത് അടപ്രഥമനാണ് കേട്ടോ. അടപ്രഥമൻ അല്ല, അരിയാണെന്ന് തോന്നുന്നല്ലോ. അട തന്നെ തോന്നുന്നു. ഫുള്ള് എല്ലാവരും നല്ല ബിസിയായിട്ട് നിൽക്കുവാണ്. നമ്മൾ കഴിച്ചില്ല, സദ്യ കഴിക്കണം. അവിടെ കൈരളി ന്യൂസുകാർ ബൈറ്റ് എടുത്തുകൊണ്ടിരിക്കുവാണ്. സംസ്ഥാന കലോത്സവം തിരുവനന്തപുരത്ത് വരുമ്പോഴും പതിവുള്ളതുപോലെ തന്നെ നമ്മളൊരു നോർമൽ റൊട്ടീനായിട്ടൊരു മെനു ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് വളരെ നന്നായിട്ട് ഭക്ഷണം പാചകം ചെയ്ത് കൊടുക്കാനും കഴിയുന്നു. എല്ലാവരും സന്തോഷം, ഞാനും സന്തോഷം. ഓക്കെ, എല്ലാം അടിപൊളി. ഞാൻ ഫുഡ് കഴിച്ചില്ല, കഴിക്കാൻ പോകുന്നു. തീർന്നിട്ടുണ്ടാവും. ടീച്ചർമാരെ പരിചയപ്പെടാം. അവരൊക്കെ ഇപ്പം ഓരോ ഏരിയയും ഓരോരുത്തരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പം ഈ ഏരിയ ഈ ടീച്ചർമാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്കൊന്ന് പരിചയപ്പെടാം. ഹായ്, പേരെങ്ങനെ? വിമല. എവിടെയാ വർക്ക് ചെയ്യുന്നത്? നെയ്യാറ്റിൻകര BRC. നെയ്യാറ്റിൻകര. ടീച്ചർ ആറ്റിങ്ങല്. നമ്മള് പരവൂരാണ് വർക്ക് ചെയ്യുന്ന. ആറ്റിങ്ങല് പക്കത്ത് അടുത്താണ്. അപ്പൊ കഴിഞ്ഞ വർഷം കൊല്ലത്ത് അടിപൊളിയായിരുന്നു സദ്യ. അപ്പൊ ഇവിടെ വന്നപ്പോ, തിരുവനന്തപുരത്ത് വന്നപ്പോ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. കഴിഞ്ഞ ദിവസം നല്ല തിരക്ക്. അല്ലെങ്കിൽ തിരുമേനിയുടെ സദ്യയും പാചകമൊക്കെ പേര് കേട്ടതാണ്. അത് തിരുവനന്തപുരംകാർക്ക് പറ്റിയ ഒരു സ്വർണ്ണ അവസരമാണ് ഈ ഒരു പാചകം. എല്ലാവർക്കും ഇഷ്ടമാണ്. കാര്യം ആ ഒരു സദ്യ കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ എത്തിയവരാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ വിളമ്പുന്നു, ഫ്രീ ആവുമ്പോ ഇനി കഴിക്കും. ഇതുവരെയ്ക്കും ഉച്ചയ്ക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലേ? എല്ലാം കഴിക്കാൻ സമയം കുറവാണ്. അത് കഴിയുമ്പോ പിന്നെ വൈകുന്നേരത്തെ ഇതിനുള്ള ടൈം ആവും. പിന്നെ അത് കഴിയുമ്പോ രാത്രിയിലത്തെ ഫുഡിനുള്ള ടൈം ആവും. ഫുള്ള് ബിസി ആയിരിക്കും. ഏതായാലും അടിപൊളി കേട്ടോ. ചാനല് കാണണേ. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലേ, ഇപ്പൊ ഇവിടെ ഇങ്ങനെ വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഫുഡ് കഴിച്ചിട്ട് ആൾക്കാർ പോയതേ ഉള്ളൂ. അപ്പം ഇതേ കണക്ക് ഓരോ സെക്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ഫില്ലാക്കി അടുത്ത ഏരിയ ഓപ്പൺ ആക്കി അങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങേ അറ്റത്തുനിന്ന് കഴിച്ച് ആൾക്കാർ ഇങ്ങോട്ട് വരുവാണ്. അപ്പോഴത്തേക്ക് ഇവിടെ ക്ലീൻ ചെയ്ത് ഇപ്പൊ ഇലയൊക്കെ ഇട്ട് ഇവിടെ ഇപ്പം സെറ്റ് ആകും. അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാർ ഇറങ്ങി പിന്നെ ഇങ്ങോട്ട് ഈ സൈഡൊക്കെ ഫില്ലായി വരും. അത് കഴിഞ്ഞിട്ട് പിന്നെയും അപ്പുറത്തെ സൈഡ് ഫുഡ് കൊടുക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു പ്രൊസീജിയർ. ഇവിടെ കണ്ടില്ലേ, വിൽപ്പാട്ടുണ്ടെന്ന് തോന്നുന്നു. വിൽപ്പാട്ട് കലാകാരന്മാര് നിൽക്കുന്നുണ്ട് വിൽപ്പാട്ടിന്. അപ്പൊ നമ്മള് പുത്തരിക്കണ്ടം മൈതാനത്ത് ഈ ഫുഡ് കഴിക്കുന്ന ഏരിയയിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ ഒരു സ്റ്റേജും ഉണ്ട്. അപ്പൊ അവിടെ വിൽപ്പാട്ടിനുള്ള കലാകാരന്മാരാണ് നിൽക്കുന്നത്. ഇപ്പൊ ഉടനെ വിൽപ്പാട്ട് കാണുമായിരിക്കും. നല്ലവരാണവർ. എവിടെയാണോ നിന്റെ മക്കൾ നല്ലവരായിരിക്കുന്നത്, അങ്ങനെ നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട്, പഴയടത്തിന്റെ രുചി അറിയാനായിട്ട് നമ്മൾ ഭക്ഷണശാലയിലോട്ട് കയറിയിരിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒരു സീറ്റ് കിട്ടി. നല്ല ചൂടുവെള്ളവും തൊടുകറികളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ചോറ് വന്നു. ഇരിക്കുന്ന സാമ്പാറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഫുഡ് കഴിച്ചിട്ട് അതിന്റെ അഭിപ്രായം ഞാൻ പറയാം. നീ ഫുഡ് കഴിക്കട്ടെ. പക്ഷെ ഒന്ന് കുടലിരിക്കുകയാണ്. നമ്മുടെ പഴയട നമ്പൂതിരിയുടെ സദ്യ എങ്ങനെയുണ്ടാവും നോക്കട്ടെ. നമ്മുടെ തിരുവാതിര കളി കഴിഞ്ഞ് കുറച്ച് കുട്ടികളിവിടെ വിശ്രമിക്കുന്നു. നമുക്ക് അവരെ ഒന്ന് പരിചയപ്പെടാം. എവിടെ നിന്ന് വരുന്നു? മലപ്പുറം. എല്ലാവരും മലപ്പുറം. ഏത് സ്കൂളാണ്? ഗ്രേഡ് ഇറങ്ങിയായിരുന്നു. എ ഗ്രേഡ് കിട്ടിയ കുട്ടികളാണ്. ഇപ്പം ഫുഡൊക്കെ കഴിച്ചു. നമ്മുടെ പഴയടം തിരുമേനിയുടെ സദ്യയായിരുന്നു. എങ്ങനെ ഇഷ്ടപ്പെട്ടോ? അടിപൊളി. അച്ചാറൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പലതരം അച്ചാർ. പരിപ്പ് പായസം. പിന്നെ ഇവിടെ തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എന്തുവാണ്? ഞങ്ങളിപ്പോ ഇന്നലെ എത്തിയിട്ടേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇന്ന് നാളൊക്കെ 2 ദിവസമായിട്ടുള്ളൂ. നാളെ മറ്റാളെ തിരുവനന്തപുരം അടിച്ചു കറങ്ങാൻ വേണ്ടി വന്നിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്. അല്ല, ഞങ്ങള് തിരുവനന്തപുരത്ത് ആദ്യമായിട്ടാണ്. സ്റ്റേറ്റ് കലോത്സവത്തിന് ഞങ്ങളുടെ സ്കൂളിൽ 20 വർഷമായിട്ട് തിരുവാതിര പോക്കുണ്ട്. ഞങ്ങളിപ്പോ 3ാമത്തെ വർഷം. സ്കൂളിൽ നിന്ന് 20 വർഷമായിട്ട് തിരുവാതിരയ്ക്ക് വരുന്ന സ്കൂളിൽ നിന്നാണ് ഇവര് വരുന്നത്. ഇപ്പൊ ഇവര് വരുന്നത് 3ാമത്തെ തവണയാണ്. അപ്പൊ കഴിഞ്ഞ വർഷം കൊല്ലത്തുണ്ടായിരുന്നു. കോഴിക്കോട്. നമ്മുടെ നാട് കൊല്ലമാണ്. കൊല്ലം എങ്ങനെയാ? അടിപൊളിയല്ലേ?
കൊല്ലത്തും സൂപ്പർ ഫുഡാണ്. കേക്ക് സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു. പൊസിഷൻ നമ്മള് ഫസ്റ്റ് ആയിരുന്നു. അപ്പൊ കൊല്ലം നിങ്ങൾക്ക് ഒരു ലക്കി പ്ലേസ് ആയിരുന്നു. അതെ അതെ. ഏതായാലും ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. നമ്മുടെ പഴവങ്ങാടി ക്ഷേത്രത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ പാചകപ്പുരയും ഊട്ടുപുരയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. കലോത്സവത്തിന് വരുന്ന കുട്ടികൾ ഫുഡ് കഴിക്കാൻ എത്തുന്ന സ്ഥലമാണ് പുത്തരിക്കണ്ടം മൈതാനം. കണ്ടല്ലേ? നമ്മുടെ പാചകപ്പുരയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പം കുറച്ച് കുട്ടികൾ കണ്ടില്ലേ ഒപ്പനയ്ക്ക്. ആ കുട്ടികളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇവരെടുത്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ? അപ്പം ഓരോ കുട്ടികളും ഇങ്ങനെ വരുമ്പം ചാനലുകാരൊക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇത് കണക്ക് അവരുടെ ഷൂട്ട് ചെയ്യാനൊക്കെ അവരുടെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ കണ്ടില്ലേ? ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഫ്ലവേഴ്സ് കണ്ടാണ്, ഫ്ലവേഴ്സ് ചാനലാണ്. നമ്മളും കുറേ കുട്ടികളെ പരിചയപ്പെട്ടു. എല്ലാവരും നല്ല ടാലൻറ്റഡ് ആണ് കേട്ടോ, കുട്ടികളെല്ലാം. വലിയ ബലൂൺ ഉണ്ടോ കേട്ടോ? ബലൂൺ ഇതെന്തോ കേട്ടോ, മറ്റേ അപ്പൂപ്പാമ്മ. ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ കാഴ്ചയും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. രണ്ടുപേരും ഊഞ്ഞാലാടുന്നുണ്ട്, അവരെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതെ ഇടയിലാണ് നിൽക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഏതായാലും ഈ ഒരു വീഡിയോയും കാഴ്ചയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നതാണ്. ഇറ്റ്സ് മീ സുകേഷ് സുമാരൻ സൈനിങ് ഓഫ്. ഒരു ഊഞ്ഞാലുണ്ടായിരുന്ന നമ്മ കൂടെ ആടായിരുന്നില്ലേ?